ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ സെയിം റുട്ടീൻ. നമ്മൾ പഠിക്കാനായിട്ട് രജിസ്റ്റർ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി പോയി. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് ജോലി ഇല്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഫ്രീ ആണ്. സമയം ഇപ്പോൾ 5 മണിയായി. അത് വേറെ കാര്യം. 5 മണി തൊട്ട് ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ DM വന്നേക്കാണ്. ഇപ്പോൾ DM എന്ന് പറഞ്ഞാൽ നമ്മുടെ ജർമ്മനിയിലെ എന്ത് സാധനം, നമ്മുടെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് DM കിട്ടും. അപ്പോൾ എനിക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ ഞാനിവിടെ വന്നേക്കാണ്. എനിക്ക് ബോഡി വാഷ്, ബോഡി ഷാംപൂ, എനിക്ക് ഷാംപൂ, കണ്ടീഷണറൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എനിക്ക് വാങ്ങിക്കാനുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ ഏതെടുക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഗുരുവാണിപ്പോൾ ChatGPT. അപ്പോൾ ഞാൻ വിചാരിച്ചു ChatGPT എടുത്ത് ചോദിച്ചിട്ട് സാധനങ്ങൾ എടുക്കാം. അപ്പോൾ മിക്കവാറും ഞാൻ ഇന്നിപ്പോൾ ഒന്നും എടുക്കുന്നുണ്ടാവില്ല. ഒരു മസ്കാര വാങ്ങിക്കാനുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് വേറൊരു ദിവസം അല്ലെങ്കിൽ നാളെ തന്നെ വരാം. നാളെ എനിക്ക് ജോലിയില്ല, ഇന്ന് എനിക്ക് ജോലിയില്ല, നാളെ എനിക്ക് ജോലിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു നാളെ വരാമെന്ന് ഓർത്ത്. ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇത്രയും കുറേ സാധനങ്ങളാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ തോന്നില്ലേ? അതന്നെ എനിക്കും തോന്നിയുള്ളൂ. അപ്പോൾ നമ്മളിത് ഐശ്വര്യ എത്തിയിട്ടുണ്ട്. ഇതാണ് ഐശ്വര്യ. ഇവിടെ പ്രസിഡന്റ്. എൻ്റെ യൂണിവേഴ്സിറ്റി അല്ല, വേറെ യൂണിവേഴ്സിറ്റിയാണ് അല്ലേ, പക്ഷേ പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെയല്ലേ ഇത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പള്ളിയിലേക്ക് വന്നേക്കുന്നത്. ഇതാണ് പള്ളി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ സമ്മർ ഫെസ്റ്റ് നടക്കുകയാണ് ഇവിടെ. അതാണ് ഇത്ര തിരക്ക്. ഇവിടെ അധികം തിരക്കില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കാവും. ഇവിടെ ആ സാധനം എവിടെ നല്ല രസമുണ്ട്. കയറിയാലോ നമുക്ക് പള്ളിയിലിട്ട്. എങ്ങനെയുണ്ട് ജർമ്മനിയിൽ വന്നിട്ട്? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നോളെ, ഈ സെമ്മിലാണ് വന്നത്, ഈ ഇൻടേക്കിലാണ് വന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നമുക്കിവിടെ ഒരു അപ്പൂപ്പൻ എന്തൊരു സംഭവം തന്നിട്ടുണ്ട്. ജർമ്മനിലാണ് ഇത്. എനിക്ക് തോന്നുന്നു 6 മണിക്ക് ഇവിടെ എന്തോ കൊയർ പോലത്തെ പരിപാടി ഉണ്ട് അല്ലേ. അപ്പം ഞങ്ങളുടെ അടുത്ത് പാടാനാണ് പറഞ്ഞേക്കണത്. ഞങ്ങൾ കഴിവ് തെളിയിക്കുന്നതാണ് ഇന്ന് ഞങ്ങളുടെ പാട്ടിൻ്റെ. ജർമ്മൻ പാട്ടാണ്. നമ്മൾ ജർമ്മൻ പാട്ട് പാടാം. ഞങ്ങൾ നൈസായിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി. 1 മണിക്കൂറിൽ കൂടുതലായി നമ്മളവിടെ, 1 മണിക്കൂർ എടുത്തായി നമ്മളവിടെ ഇരിക്കണേ. പറയണതാണെങ്കിൽ മൊത്തം ചേർന്നേ, നമുക്ക് മനസ്സിലാവണില്ല. പിന്നെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഉറങ്ങി. അതെ, കുറച്ച് നേരം ഉറക്കമൊക്കെ വന്ന് അവിടെ ഇരുന്ന്. പിന്നെ ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങി പോകുന്നേ. ഇപ്പം ചെറിയൊരു മഴയല്ലേ, പെട്ടെന്നൊരു മഴ. ഇപ്പം സമയം ഇവിടെ 7 മണിയായി, പക്ഷെ നല്ല വെളിച്ചമുണ്ടാ. ഇവിടുത്തെ പ്രത്യേകത അതാ. സമ്മർ ആയതുകൊണ്ട് സമ്മർ ഫെസ്റ്റ് ഒക്കെ നടക്കുകയാണ്. ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് വേണോ? ഉണ്ടല്ലോ, എന്നാ വാ. നമ്മളിപ്പോൾ പുല്ലിക്കൂടെ നടക്കുകയാണ്. ഇവിടെ
ഇതൊരു ആർട്ടിഫിഷ്യലാണിത്. ഇതാണ് നമ്മൾ കയറിയ പള്ളി. ഇപ്പോൾ പോയി ഈ പാണ്ടനെ കെട്ടിപ്പിടിച്ചായിരുന്നു. കൊച്ചിവിടെ കിടന്ന് തുള്ളുണ്ട് കുറേ നേരം. Merci beaucoup, nous sommes en train de voir ça. നമ്മളിവിടെ മെക്ഡീന്ന് ഒരു ചെറിയ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം എൻ്റെ ഫോണിപ്പോൾ മിക്കവാറും ഓഫാവും. ഇന്നിപ്പോൾ ഫ്രീ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോയത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നല്ല ഞങ്ങളൊരു വൈബൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ശരി, ബൈ.